ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വിഷയം വാക്കിംഗ് ഇൻ ദ ഫ്ലഷ് ആൻഡ് വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്. ജഡപ്രകാരം നടക്കുക, ആത്മാവിനനുസരിച്ച് നടക്കുക എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് പഠിക്കാം. തിരുവചനത്തിൽ അനേക ഇടങ്ങളിൽ യുവർ ഫ്ലഷ്, മൈ ഫ്ലഷ്, അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്, ഇൻ യുവർ ബോഡി, ഇൻ മൈ ബോഡി എന്നുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ എന്താണ് ആത്മാവിൽ നടക്കുക, എന്താണ് ജഡത്തിൽ നടക്കുക, അതുകൊണ്ട് എന്താണ് അർത്ഥം എന്ന് നമുക്കൊന്ന് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് സ്റ്റഡി ചെയ്യാം. അപ്പോൾ തന്നെ ആത്മാവിൻ്റെ ശുശ്രൂഷ, ജഡത്തിൻ്റെ ശുശ്രൂഷ എന്താണെന്ന് നമുക്ക് പഠിക്കാം. തിരുവചനത്തിലെ ചില വാക്യങ്ങളും നമുക്ക് ഈ വെളിച്ചത്തിൽ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ദൈവവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന ചില പദങ്ങളാണ് വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്, വാക്കിംഗ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് എന്ന്. നമുക്കൊന്ന് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം മുതൽ 11 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിച്ചിട്ട് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. ജഡത്തിൽ നടക്കുന്നതും ആത്മാവിൽ നടക്കുന്നതും, ജഡത്തിന്റെ ശുശ്രൂഷയും ആത്മാവിന്റെ ശുശ്രൂഷയും എന്താണ്? അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. ഇവിടെ നമ്മൾ വായിച്ചത് മനസ്സിലാക്കുന്നത് ആത്മാവ്, ബട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഒരു ശുശ്രൂഷയെ ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഹു ഓൾസോ ഹാസ് മെയ്ഡ് us able ministers of the New Testament, not of the letter, but of the Spirit. For the letter killeth, but the Spirit giveth life. അപ്പോൾ ഇതൊരു ശുശ്രൂഷയെ സംബന്ധിച്ചാണ്, മിനിസ്ട്രിയെ സംബന്ധിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പൗലോസ് അപ്പോസ്തലൻ ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത് ദൈവം ഇസ്രായേലിനോട് ഭാവി കാലത്ത് ചെയ്യാൻ പോകുന്ന പുതിയ ഒരു നിയമത്തെക്കുറിച്ച് അല്ല പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. മറിച്ച് കർത്താവായ യേശുക്രിസ്തു പൗലോസ് അപ്പോസ്തലനെ വേർതിരിച്ച് മുമ്പ് മറഞ്ഞിരുന്നതും ആദ്യം മുതലേ ക്രിസ്തുവിൽ നിഗൂഢമായിരുന്ന ഒരു ശുശ്രൂഷ മർമ്മങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ഒരു മിനിസ്ട്രി, ആത്മാവിന്റെ ശുശ്രൂഷ പൗലോസിനെ ഏൽപ്പിക്കുന്നത്, ആ ഒരു കാര്യമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ന്യൂ ടെസ്റ്റ്മെന്റ്, ഒരു പുതിയ ശുശ്രൂഷ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പുതിയ ശുശ്രൂഷ പൗലോസ് അപ്പോസ്തലനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ അത് കല്ലിൽ കൊത്തിയത്, അതായത് ന്യായപ്രമാണവുമായിട്ട് ബന്ധമുള്ളതല്ല. അത് ന്യായപ്രമാണം പ്രകാരമുള്ളത് അല്ല. 7, 8, 9, 11, 10, 11 വാക്യങ്ങളിലൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്നത് മോശെ ഏൽപ്പിച്ച ശുശ്രൂഷ പറയുന്നത് എന്തുവാ? മരണത്തിന്റെ ശുശ്രൂഷ. അത് മരണത്തിലേക്ക് നയിക്കുന്നത്, മങ്ങിപ്പോകുന്നത്, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ, ഇല്ലേ, നീക്കം വരുന്നത് എന്ന് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും.
അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇത് തൃത്വത്തെ തെളിയിക്കുന്ന ഒരു വാക്യമാണ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ കൂടെ തെളിയിക്കുന്ന ഒരു വാക്യമാണ്. ഇവിടെ അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ബർന്നബാസിനെയും പൗലോസിനെയും ഞാൻ വിളിച്ച ശുശ്രൂഷയ്ക്കായി എനിക്ക് വേണ്ടി വേർതിരിക്കുക എന്ന് പരിശുദ്ധാത്മാവാം ദൈവം പറയുകയാണ്, അല്ലെ? അപ്പോൾ തന്നെ റോമർക്കെഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളതായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോ. ഈ റോമർക്കെഴുതിയ ലേഖനം 7:5 ആരംഭിക്കുന്നത് എങ്ങനെ? ഇംഗ്ലീഷിൽ, ഫോർ വെൻ വി വർ ഇൻ ദ ഫ്ലഷ്. അപ്പോൾ റോമർക്കെഴുതിയ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് മരിച്ചതിന് ശേഷം ഏതോ ആത്മാവിലാണോ ബാക്കി ലേഖനങ്ങൾ എഴുതിയത്? അല്ല. ഇവിടെ വെൻ വി വർ ഇൻ ദ ഫ്ലഷ് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? ഏതാണ്? ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ. അതുപോലെ തന്നെ യേശുക്രിസ്തു ഭൂമിയിൽ ശുശ്രൂഷ സമയത്ത് കർത്താവ് ആരംഭിച്ച ദ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച്, ചെറിയ കൂട്ടം. കർത്താവായ യേശുക്രിസ്തു യഹൂദരോട് പറയുകയുണ്ടായി, ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട, പിതാവ് നിങ്ങൾക്ക് രാജ്യം തരുവാൻ പിതാവിന് ഹിതമായിരിക്കുന്നു എന്ന്, ഇല്ലേ? ആ രാജ്യം എവിടാണെന്നും നമുക്കറിയാം, ഈ ഭൂമിയിലാണ്, ഇല്ലേ? കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, 12 ശിഷ്യന്മാരോട് പറഞ്ഞു, രാജ്യം പ്രാപിക്കുമ്പോൾ നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെയും ന്യായപാലനം ചെയ്യും, ഇല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇവിടെ ദ ഫ്ലഷ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരമല്ല, മറിച്ച് മുൻ ഉണ്ടായിരുന്ന സിസ്റ്റത്തെ കുറിച്ചാണ്. മുൻ ഡിസ്പെൻസേഷനിൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ആ കർത്താവ് ആരംഭിച്ച ആ പദ്ധതികൾ, ന്യായപ്രമാണത്തിന്റെ പദ്ധതി, കർത്താവായ യേശുക്രിസ്തു തന്റെ 12 ശിഷ്യന്മാരോടും പറഞ്ഞ് വിശ്വാസവും ന്യായപ്രമാണവും, ആ 2 പ്രവൃത്തിയും ചേർന്നുള്ളത്, ആ ഒരു പദ്ധതിയെ ആണ് ഇവിടെ ജഡം എന്ന് വിളിച്ചിരിക്കുന്നത്. മേൽ പറഞ്ഞ വാക്യങ്ങളിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും, പൗലോസ് അപ്പോസ്തലനെ വിളിച്ചു വേർതിരിച്ച് കൊടുത്ത ആ ശുശ്രൂഷ, ആ വ്യത്യസ്തമായ ശുശ്രൂഷ, മുമ്പെല്ലാം മറഞ്ഞിരുന്ന ആ ഒരു ശുശ്രൂഷയാണ് ആത്മാവിന്റെ ശുശ്രൂഷ, അല്ലെങ്കിൽ ആത്മാവിന്റെ നടപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 21-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം വായിക്കാം. അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പിന്നെ അവനോട് പറഞ്ഞത്, സഹോദര, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര ആയിരം ഉണ്ട് എന്ന് നീ കാണുന്നുവല്ലോ. അവർ എല്ലാവരും ന്യായപ്രമാണ തൽപരന്മാർ ആകുന്നു. അപ്പൊ ഈ വാക്യം വളരെ ക്ലിയർ ആണ്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അല്ലെ? പൗലോസ് അപ്പോസ്തലനോട് യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, നോക്ക്, എത്രയോ ആയിരം യഹൂദന്മാർ രക്ഷയിലേക്ക് വരുന്നു, കർത്താവിനെ മസിയായി സ്വീകരിക്കുന്നു. അവരെല്ലാവരും ഈ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചിനോട് ചേർന്നിരുന്നവരാണ്, അല്ലെ? അവരെല്ലാവരും ന്യായപ്രമാണത്തിന് താല്പര്യരും ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പത്രോസ് അപ്പോസ്തലനും 12 ശിഷ്യന്മാരും വിശ്വാസവും ന്യായപ്രമാണവും ചേർന്ന് ഉള്ള ഒരു ശുശ്രൂഷയിലാണ് അവർ മുൻപോട്ട് പോയത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുക
ഇല്ല, ഇല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ഇൻ ദ മിനിസ്ട്രി entrusted to Paul by risen Christ. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലന് നൽകിയ, ഏൽപ്പിച്ച ആ ആത്മീക ശുശ്രൂഷയിൽ നിൽക്കുന്നതാണ് ആത്മാവിൽ നടക്കുന്ന എന്ന് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ തന്നെ ജഡത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പദ്ധതി, വിശ്വാസവും ന്യായപ്രമാണവും ചേർന്ന് ആ പദ്ധതിയിൽ നടക്കുന്നതാണ് ജഡത്തിൽ നടക്കുക. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 7:5 പറയുന്നത്, നാം ജഡത്തിൽ ആയിരുന്നപ്പോൾ. അല്ലേ? നമുക്ക് മുൻപോട്ട് പോകാം. ഞാൻ ഈയിടെ ഈ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കൺകോർഡൻസിൽ വായിച്ചത് ഇങ്ങനെയാണ്, ഇത് പൗലോസ് അപ്പോസ്തലൻ കൃപയുടെ രക്ഷയിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന സമയത്ത് പൗലോസിന്റെ പരാജയങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞിരിക്കുന്നതാണെന്ന്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിന്റെ സാക്ഷ്യം, പൗലോസ് ജഡത്തിലായിരുന്നപ്പോൾ ഉള്ള സാക്ഷ്യം, അതായത് ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നപ്പോൾ ഉള്ള സാക്ഷ്യം പറയുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. കണ്ടോ, പൗലോസ് അപ്പോസ്തലൻ തോന്നിയ പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നോ? അല്ല, അല്ലേ? ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അനിന്യൻ, അതായത് ഹി വാസ് ബ്ലെയിംലെസ്, കുറ്റമില്ലാത്തവനായിരുന്നു, ഇല്ലേ? എങ്കിലും ആ തീഷ്ണതയിൽ, ജൂഡായിസത്തിന്റെ തീഷ്ണതയിൽ ദ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചിനെ പീഡിപ്പിക്കുകയും അനേകരെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്ത് കൊന്നു മുടിച്ചു എന്നാണ് പറയുന്നത്, അല്ലേ? ഐ ഹാവ് ഡിസ്ട്രോയിഡ്, പെർസിക്യൂട്ടഡ് ദാറ്റ് ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച്. അതെല്ലാം തൻ്റെ അറിവില്ലായ്മയിൽ ആയിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണം സംബന്ധിച്ച് കുറ്റമില്ലാത്തൊരു ജീവിതമാണ് നയിച്ചത് എന്ന്. നമുക്ക് ഈ ആത്മാവിൽ നടക്കുകയും ജഡപ്രകാരം നടക്കുകയും ചെയ്യുന്ന ഈ വാക്യത്തെക്കുറിച്ച് നമുക്ക് അല്പം കൂടെ ഒന്ന് പഠിക്കാം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3:2 തൊട്ടുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യത്തിൽ നായ്ക്കൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആരെയാണ്? അവരുടെ സവിശേഷത ഇംഗ്ലീഷ് ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ പറയുന്നത്, ദോസ് പീപ്പിൾ ഹൂ ഡു ഈവിൾ, ദോസ് മ്യൂട്ടിലേറ്റേഴ്സ്, ദോസ് ഹൂ സേ യു മസ്റ്റ് ബി സർക്കംസൈസ്ഡ് ടു ബി സേവ്ഡ്. ഇവരാരാണ്? ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലും അപ്പോസ്തല പ്രവൃത്തി 15-16 അധ്യായങ്ങളിൽ നമുക്ക് ഇവരെ കുറിച്ച് വായിക്കാൻ കഴിയും. ഇവർ യെരുശലേമിൽ നിന്ന് വന്ന് കിങ്ഡം പ്രോഗ്രാമിൽ ഇരുന്നവർ ജാതികളുടെ സഭയിലേക്ക് കടന്നു വന്നിട്ട്, അതായത് പൗലോസ് അപ്പോസ്തലൻ ആരംഭിച്ച കൃപയുടെ സുവിശേഷ പ്രകാരം ആരംഭിച്ച ഗലാത്യയിലെ സഭയിൽ വന്നിട്ട് ഇവർ പറയുകയുണ്ടായി, രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ വിശ്വാസം മാത്രമല്ല ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയും വേണം, പ്രത്യേകിച്ച് അഗ്രചർമ്മവും വേണം, സർക്കംസിഷനും വേണം. അവരെയാണ് ഇവിടെ പൗലോസ് നായ്ക്കൾ എന്ന് വിളിച്ചിരിക്കുന്നത്. കാരണം യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് നമ്മളെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിന് കീഴിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ യാഗമായത്. എന്നാൽ ഇവരെന്ത് ചെയ്യുകയാണ്? വീണ്ടും അവരെ തിരിച്ച് ബന്ധനത്തിനടിയിലേക്ക് കൊണ്ടുപോവുകയാണ്, അല്ലേ? അവർക്ക് പൗലോസ് 1 മണിക്കൂർ പോലും ഇടം കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അവരെയാണ് ഒരു നായ തൻ ഷർദിലേക്ക് തിരിച്ചു പോകുന്നത് പോലെ അവരെയാണ് നായ്ക്കൾ എന്ന് വിളിച്ചിരിക്കുന്നത്, അല്ലേ? നമുക്ക് 3-4 വാക്യം വായിക്കാം. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്,
മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനസ്സിലാകുന്നുണ്ടോ? ജഡത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ന്യായപ്രമാണവും അതിൽ ആശ്രയിക്കുക നീതീകരണത്തിന് വേണ്ടി. നമുക്ക് 7 മുതൽ 9 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കണ്ടോ, പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാൻ ആഗ്രഹിക്കുന്ന നീതി ഏതാണ്? ജഡത്തിൽ, അതായത് ന്യായപ്രമാണത്തിന്റെ നല്ല പ്രവൃത്തിയാൽ വരുന്ന സ്വയനീതിയിലല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന നീതി, ദൈവത്തിന്റെ നീതി. ഇല്ലേ? പാപമറിയാത്തവൻ നാം ദൈവനീതിയാകേണ്ടതിന് വേണ്ടി നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു എന്ന് പറയുന്നത് പോലെ നാം ദൈവത്തിന്റെ നീതിയാകുന്നത് എപ്പോഴാണ്? നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ. ദ റൈറ്റ് ഡിവിഷൻ കർത്താവായ യേശു ക്രിസ്തു പൗലോസിൽ കൂടി ആരംഭിച്ച ആ കൃപായുഗത്തിന്റെ, ആ കൃപായുഗത്തിൽ ഉള്ള കൃപയുടെ സുവിശേഷം നാം വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വിശ്വാസം നമ്മളിലേക്ക് പകരപ്പെടുകയാണ്. ക്രിസ്തുവിൻ്റെ നീതി നമ്മളിലേക്ക് പകരപ്പെടുകയാണ്. നാം അങ്ങനെ ദൈവനീതിയായി മാറുകയാണ്. അപ്പോൾ ഈ വാക്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ് means walking in the ministry entrusted to Paul by the risen Christ. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലന് ഏൽപ്പിച്ച ആ ആത്മീക ശുശ്രൂഷയിൽ നിലനിൽക്കുന്നത് ആണ് ആത്മാവിൽ നടക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ തന്നെ ജഡത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ കിങ്ഡം പ്രോഗ്രാം, രാജ്യത്തിൻ്റെ പദ്ധതി. അപ്പോൾ തന്നെ വിശ്വാസവും ന്യായപ്രമാണവും പാലിച്ച്. എന്തുകൊണ്ട് അതിന് ജഡത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിഫലം എവിടാണ്? ഈ ജഡത്തിലാണ്. അല്ലേ? കൂലി തൻ്റെ കയ്യിലുണ്ട്. കർത്താവ് രണ്ടാമത് വരുമ്പോൾ, ഒലിവ് മലയിൽ വരുമ്പോൾ, യഹൂദന്മാരുടെ ഇസ്രായേലിൻ്റെ പ്രതിഫലവും ആയിട്ടാണ് വരുന്നത്. ഇല്ലേ? അവരുടെ പോരാട്ടമുള്ളത് എവിടാണ്? ഈ ജഡരക്തത്തോടാണ്. ഇല്ലേ? ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 69 തൊട്ട് താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ എന്തുവാ? ചുറ്റും ഉള്ള ജാതികളുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച്. ഇല്ലേ? എല്ലാ കാലവും നിന്റെ ആലയത്തിൽ ഭയമന്യേ സേവനം ചെയ്യുന്നത്, അതാണ് അവരുടെ പ്രത്യാശ. മനസ്സിലാകുന്നുണ്ട്? അവരുടെ പ്രതിഫലം, അവരുടെ യുദ്ധം ജഡത്തിലാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ യുദ്ധം ജഡരക്തത്തോടെ അല്ല, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സൈന്യങ്ങളോടത്രേ. അപ്പോൾ നമ്മുടെ പ്രതിഫലവും എവിടാണ്? ഇല്ലേ? ഈ ശരീരം, ഈ കൂടാരം അഴിഞ്ഞു പോയാൽ കൈകളാൽ പണിയപ്പെടാത്ത നിത്യഭവനം സ്വർഗത്തിൽ ഉണ്ട്. ഇല്ലേ? നമ്മുടെ നിത്യഭവനം എവിടെ? സ്വർഗത്തിലാണ്. അപ്പൊ മനസ്സിലാകുന്നുണ്ടോ ആത്മാവിന്റെ നടപ്പ് പരിശുദ്ധ ജഡത്തിൽ നടക്കുക എന്നുള്ള കോൺസെപ്റ്റിന്റെ വ്യത്യാസം. നമുക്ക് ചില വാക്യങ്ങൾ കൂടെ വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്കൊരു ശിക്ഷാവധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഒരു വാക്യം 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6 തൊട്ട് 11 വരെയുള്ള വാക്യത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, there is therefore now no condemnation to them which are in Christ Jesus. ക്രിസ്തു യേശുവിൽ ഇപ്പോൾ ഉള്ളവരുടെ സവിശേഷത എന്തുവാ? who walk not after the flesh but after the spirit. അവർ ജഡപ്രകാരമല്ല നടക്കുന്നത്, മറിച്ച് അവർ ആത്മാവിൻ്റെ
അനുസരണത്തിലാണ് നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഈ വാക്യത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി, പൗലോസ് അപ്പോസ്തലനെ വിളിച്ചു വേർതിരിച്ച് ആത്മാവിൻ്റെ ശുശ്രൂഷകരാക്കി മാറ്റുകയാണ്, ഇല്ലേ? ആ ശുശ്രൂഷയിൽ നാം നടക്കുമ്പോൾ 2 കൊരിന്ത്യർ 3-ന്റെ 9-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കാം വീണ്ടും. ശിക്ഷാവധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. കണ്ടോ? ശിക്ഷാവധിയുടെ ശുശ്രൂഷ, ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ എങ്ങനത്തെ ആയിരുന്നു? ശിക്ഷാവധിയുടെ ശുശ്രൂഷ. അതേസമയം നീതിയുടെ ശുശ്രൂഷ എന്തുവാ പൗലോസ് അപ്പോസ്തലനെ ഏൽപ്പിച്ചത്? അതിന് ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയെക്കാട്ടിലും തേജസ്സേറിയതാണെന്ന് പറയുന്നു, ഇല്ലേ? അതുകൊണ്ടാണ് അതേ കാര്യം, മിനിസ്ട്രി ഓഫ് കണ്ടംനേഷൻ, ശിക്ഷാവധിയുടെ ശുശ്രൂഷയാ ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ, അത് തന്നെ രാജ്യത്തിന്റെ ശുശ്രൂഷയിൽ നമുക്ക് കാണാൻ കഴിയും, ഇല്ലേ? അനന്യ സഫീറ ഉടനെ വീണു മരിച്ചു, ഇല്ലേ? അതേസമയം മിനിസ്ട്രേഷൻ ഓഫ് റൈച്ചസ്നെസ്, കൃപയുടെ നീതിയുടെ ശുശ്രൂഷ, അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 8:1 പറയുന്നത്, ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയും ഇല്ല. കാരണം അവരെ ക്രിസ്തുയേശുവിൽ ആകുക എന്ന് പറഞ്ഞാൽ അതാത് ഡിസ്പെൻസേഷനിലെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ ഏക മാർഗത്തിൽ ആയിരിക്കുന്നത്. നോക്കണേ, നോഹയുടെ കാലത്തിൽ ഒരു സുവിശേഷം ഉണ്ടായിരുന്നു. അത് പത്രോസ് അപ്പോസ്തലൻ നോയെ പറയുന്നത് എന്തുവാ? നീതിയുടെ പ്രാസംഗ്യൻ, ഇല്ലേ? എന്തായിരുന്നു അവിടെ പ്രസംഗിച്ചത്? വരുവാൻ പോകുന്നു, ദൈവകോപം വരുന്നു, ജലപ്രളയം വരാൻ പോവുകയാണ്, ഈ പണിയുന്ന പെട്ടകത്തിൽ കയറുക, ഇതിൽ പ്രവേശിക്കുക, രക്ഷ പ്രാപിക്കുക. അതായിരുന്നു ആ ടൈമിലെ സുവിശേഷം. അതനുസരിച്ചവരെല്ലാവരും രക്ഷിക്കപ്പെട്ടു, ഇല്ലേ? എത്ര പേര്? 8 പേര് മാത്രം. ലോകത്തിൽ ഇന്നത്തെ പോലെ അന്ന് പോപ്പുലേഷൻ ഉണ്ടായിരുന്നു എന്നാണ് അനേക ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത്, അല്ലേ? ഏത് യുഗത്തിലും ഒരു ചെറിയ കൂട്ടമേ രക്ഷിക്കപ്പെടുത്തുള്ളൂ, അതൊരു സത്യമാണ്, അല്ലേ? ഇന്ന് എത്ര പേർക്ക് ഈ കൃപയുടെ സുവിശേഷം റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നുണ്ട്? ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതിൽ എത്ര ശതമാനം ഈ സത്യവചനം റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നു? നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി. പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞങ്ങളുടെ സുവിശേഷം ആർക്കെങ്കിലും മറഞ്ഞിരിക്കുന്നു എങ്കിൽ അവർ നശിച്ചു പോകാനുള്ളവരത്രേ. അപ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്, അല്ലേ? നമുക്ക് റോമർക്കെഴുതിയ ലേഖനം 8:4 വാക്യം നോക്കണേ. ക്രിസ്തുവിലുള്ളവരുടെ സവിശേഷത എന്തുവാണ്? അവർ റൈറ്റ് ഡിവിഷൻ, റൈറ്റ് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസിൽ കൃപയുടെ സുവിശേഷ പ്രകാരം രക്ഷിക്കപ്പെട്ടവരാണ്. അങ്ങനെ അവർ ക്രിസ്തുവിലായിരിക്കുന്നു. അവർ ജഡപ്രകാരം നടക്കുന്നില്ല. അതായത് ന്യായപ്രമാണമോ രാജ്യത്തിന്റെ പദ്ധതിയിൽ അല്ല അവർ നടക്കുന്നത്. പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ ഇങ്ങനെ പ്രസംഗിക്കുകയുണ്ടായി, മോശയുടെ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടാത്ത ഏത് വിഷയത്തിലും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് നീതി ലഭിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8:4 നമുക്കൊന്ന് വായിക്കാം. ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ന്യായപ്രമാണം പൂർണ്ണമായി നിവർത്തിച്ചു. ആ സർട്ടിഫിക്കറ്റ് ആണ് ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ലഭിക്കുന്നത്. ന്യായപ്രമാണം 100/100 പ്രമാണിച്ചു കഴിഞ്ഞു എന്നുള്ള നീതീകരണം. ഇന്ന് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന മാത്രമേ ആ നീതിയാണ് നമ്മളിലേക്ക് പകരപ്പെടുന്നത്. ഗലാത്യർക്കെഴുതിയ ലേഖനം 1:8 വായിക്കാം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നോക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇന്ന് കൃപയുടെ യുഗത്തിൽ ആരെങ്കിലും ഒരു പെട്ടകം പണിതിട്ട് പറയാം, വരുവിൻ നമുക്ക് ഇതിനകത്ത് പ്രവേശിച്ചിരിക്കാം, നോഹയെ രക്ഷിച്ചതുപോലെ നമ്മളെയും ദൈവം രക്ഷിക്കും. എന്തുകൊണ്ട്? അതും ദൈവം കൽപ്പിച്ച ഒരു പ്രമാണമില്ലായിരുന്നോ, അല്ലേ?
അല്ലെങ്കിൽ പറയാം നമുക്ക് നമ്മുടെ പാപയാഗങ്ങൾക്ക് വേണ്ടി ചില ആടുകളെ അറക്കാം എന്ന് പറഞ്ഞാൽ ഈ കൃപയുടെ യുഗത്തിൽ അത് നമുക്ക് രക്ഷ നൽകാൻ കഴിയുമോ? ഒരിക്കലുമില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുക, ഈ കൃപായുഗത്തിൽ യഹൂദരോ അന്യജാതികരോ ആരെങ്കിലും വന്ന് കിങ്ഡം പ്രോഗ്രാം അത് സ്ലോലി നിന്നുപോയി, ഇല്ലേ? ഡിമിനിഷിങ്, ഇല്ലേ? 2 കൊരിന്ത്യർ 3:11 വായിച്ചാട്ട്, നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. 2 കൊരിന്ത്യർ എഴുതുമ്പോൾ നീക്കം വരുന്നത് ഏതാ? ഏറ്റവും ലേറ്റസ്റ്റ് നിന്നുപോയത് ഏതാ? രാജ്യത്തിന്റെ പദ്ധതിയാ. അന്നേരം നിലനിൽക്കുന്നത് ഏതാണ്? പൗലോസിനെ ഏൽപ്പിച്ച് ആത്മാവിന്റെ ശുശ്രൂഷയാണ്. ഈ യുഗത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, ആരെങ്കിലും മറ്റൊരു സുവിശേഷം വന്ന് നിങ്ങളോട്, അതായത് അന്യജാതിക്കാരോട് പറഞ്ഞാൽ ആ പ്രസംഗൻ ശപിക്കപ്പെട്ടവനാണ്. ഇന്ന് നമ്മളോട് ആരെങ്കിലും രാജ്യത്തിൻ്റെ പദ്ധതിയോ നോഹയ്ക്ക് കൊടുത്ത സുവിശേഷമോ ന്യായപ്രമാണത്തിൻ്റെ പദ്ധതിയോ വന്ന് പ്രസംഗിച്ചാൽ ഈ വാക്യം പറയുന്നത് അവൻ സ്വർഗദൂതനാണെങ്കിലും ശരി, ഏത് മനുഷ്യനാണെങ്കിലും ശരി, അവൻ ശപിക്കവൻ, ലെറ്റ് ഹിം ബി അക്കേഴ്സ്ഡ് എന്നാണ്. അതേസമയം പത്രോസ് അപ്പോസ്തലൻ യഹൂദരുടെ അടുക്കൽ ചെന്നിട്ട് അവരുടെ പദ്ധതി പ്രസംഗിക്കുന്നതിൽ കുഴപ്പമില്ല. മനസ്സിലാകുന്നുണ്ട്? നിങ്ങളോട്, അതാണ് അതിനകത്തെ ആ ഇമ്പോർട്ടൻറ്റ്. അന്യജാതികളോട് ആ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ശപിക്കപ്പെട്ട. അതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ആത്മാവിൽ നടക്കുക, ജഡത്തിൽ നടക്കുക. ആത്മാവ് പ്രകാരം നീതീകരണം, ജഡപ്രകാരം നീതീകരണം. ഇതിനെക്കുറിച്ച് അല്ലെ നമുക്ക് മുൻപോട്ട് പോകാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം, അതിന്റെ 4-49 വായിക്കാം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്ന് കാണുന്നു. ഇവിടെ നമ്മൾ വായിച്ചത് ഗലേഷ്യൻസ് 5:4, ക്രൈസ്റ്റ് ഈസ് ബിക്കം ഓഫ് നോ എഫക്റ്റ് അൺടു യു, ഹൂസോവർ യു ആർ ജസ്റ്റിഫൈഡ് ബൈ ദ ലോ, യു ആർ ഫോളൻ ഫ്രം ഗ്രേസ്. ഇവിടെ പറയുന്നത് കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ നടത്തിയ ആ രക്ഷാപ്രവൃത്തി നമുക്ക് എഫക്റ്റ് ആകുന്നില്ല. ക്രൈസ്റ്റ് ഹാസ് ബിക്കം ഓഫ് നോ എഫക്റ്റ്. അഥവാ നമ്മൾ ജഡപ്രകാരം നീതീകരിക്കപ്പെടുവാൻ നോക്കുക, അത് ന്യായപ്രമാണ പ്രകാരം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പദ്ധതി പ്രകാരം ഇന്ന് നീതീകരണം പ്രാപിക്കാൻ ശ്രമിക്കുവാണെങ്കിൽ ക്രൈസ്റ്റ് ഹാസ് ബിക്കം ഓഫ് നോ എഫക്റ്റ്. ക്രിസ്തുവിൻ്റെ എഫക്റ്റിനെ കുറിച്ച് കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 13-14 വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോട് കൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, എല്ലാവരും അവിടെ ഉണ്ടായിരുന്നവരൊക്കെ കണ്ടു യേശുക്രിസ്തുവിനെ ആണികളാൽ മരക്കുരിശിൽ റോമൻ പടയാളികൾ തറയ്ക്കുന്നത് കണ്ടു, ഇല്ലേ? എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു സ്പിരിച്വൽ റെലമിൽ നടന്നൊരു കാര്യമാണ്. ആ ടൈമിൽ രണ്ട് പാർട്ടീസ് തമ്മിൽ എഗ്രിമെൻ്റ്, കവനൻ്റ് ഉണ്ടെങ്കിൽ അത് അവർ രണ്ടുപേരും സാറ്റിസ്ഫാക്ടറിലി അത് പൂർത്തീകരിക്കുമ്പോൾ വിറ്റ്നസ്സസിൻ്റെ അനേക സാക്ഷികളുടെ മധ്യേ ഒരു പ്രധാനി വന്നിട്ട് ഈ 2 ഡോക്യുമെൻറ്റും എടുത്തിട്ട് പറയും, ഇവർ 2 പാർട്ടികളും അവരവരുടെ ഭാഗങ്ങൾ പൂർണ്ണമായി സാറ്റിസ്ഫാക്ടറിലി ഫുൾഫിൽ ചെയ്തിരിക്കുന്നു, ഈ എഗ്രിമെൻ്റ് ഇനിയും നൾ ആൻഡ് വോയിഡ് ആണെന്ന് പറഞ്ഞിട്ട് അത് അനേകർ കാണുക ഒരു തടി കഷ്ണത്തിൽ ആ ഡോക്യുമെൻ്റ് അങ്ങോട്ട് വെച്ചിട്ട്, ഒരു ലെതർ ഡോക്യുമെൻ്റ് അങ്ങോട്ട് ചുരുൾ അങ്ങോട്ട് വെച്ചിട്ട് ആണികൾ കൊണ്ട് അതിനെ അങ്ങ് അടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ നടുവെന്ന് പിടിച്ച് അതിനെ വലിച്ചങ്ങ് കീറും. എടുക്കുമ്പോൾ എന്ത് പറ്റും? കുറേ ഭാഗങ്ങൾ ആണിയിൽ ആ മര കഷ്ണത്തിലിരിക്കും, കുറേ ഭാഗം കീറി കയ്യിലും വരും. ഇന്നത്തെ ഡോക്യുമെൻ്റ് ഷ്രെഡർ പോലെ,
കോൺഫിഡൻഷ്യൽ ആയ ഡോക്യുമെൻ്റ് ആവശ്യം കഴിഞ്ഞതിന് ശേഷം അത് ഒരു മെഷീനിൽ ഷ്രെഡ് ചെയ്യുന്നത് പോലെ ഉള്ളൊരു കാര്യമായിരുന്നു അത്. ഈ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കും നിങ്ങൾക്കും മനുഷ്യർക്ക് എതിരെ ഉണ്ടായിരുന്ന ന്യായപ്രമാണത്തിൻ്റെ കയ്യെഴുത്ത് അതെങ്ങനെയായിരുന്നു? നമുക്ക് വിപരീതമായിരുന്നു, നമുക്ക് പ്രതികൂലമായിരുന്നു ആ കയ്യെഴുത്ത്. അതെല്ലാം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ കാൽവറി ക്രൂശിൽ മായച്ചു കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ആ രേഖയെ ക്രൂശിൽ ആണികളാൽ തറച്ചിട്ട് യേശു ക്രിസ്തു അതിനെ നടുവിൽ നിന്ന് എന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞു, അതിന് ഷ്രെഡ് ചെയ്തു, അല്ലേ? കർത്താവായ യേശു ക്രിസ്തു ക്ഷമിച്ചത് വീണ്ടും അണ്ടു ആകത്തില്ല. വീണ്ടും അത് പാപങ്ങൾ വീണ്ടും നമുക്കെതിരെ നിലനിൽക്കുകയില്ല. അത് എല്ലാ പാപവുമാണ് നമ്മുടെ ക്ഷമിച്ചിരിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ല വാക്യം പറയുന്നത്, ഹാവ് ഫോർഗിവൺ യു ഓൾ ട്രസ്പാസസ്. അപ്പോൾ ഇന്ന് ആരെങ്കിലും ഈ കൃപായുഗത്തിൽ രാജ്യത്തിൻ്റെ പദ്ധതിയോ ന്യായപ്രമാണമോ നോഹയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളോ കൊണ്ട് നീതീകരിക്കപ്പെടുവാൻ ശ്രമിച്ചാൽ അവർക്ക് ഈ പ്രയോജനമില്ല, അവർക്ക് ക്രിസ്തുവെ കൊണ്ട് പ്രയോജനമില്ല. അതിൻ്റെ അർത്ഥം എന്തുവാ? ക്രൈസ്റ്റ് ഈസ് ബിക്കം ഓഫ് നോ എഫക്റ്റ് അൺ ടു ദം, ഇല്ലേ? അതിൻ്റെ അർത്ഥം എന്തുവാ? അവരുടെ പാപപ്രവർത്തികൾ ഇപ്പോഴും വെളിപ്പെട്ടിരിക്കുകയാ എന്നാണ്. അതേസമയം കൃപയുടെ സുവിശേഷം നാം വിശ്വസിക്കും മാത്രമേ നമുക്ക് നമുക്ക് വിപരീതവും വിരോധമായിരുന്നതിനെ കർത്താവ് പ്രതികൂലമായിരുന്നതിനെ തൻ്റെ രക്തത്താൽ എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞു, ഇല്ലേ? നമുക്ക് ഈ വെളിച്ചത്തിൽ ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 16 തൊട്ട് 26 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ഈ ഒരു വാക്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പൗലോസ് പറയുക, ആത്മാവിൽ നടപ്പീൻ. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിന്റെ അഭിലാഷങ്ങളെ നമ്മൾ പൂർത്തീകരിക്കത്തില്ല, നമ്മൾ അത് ഫുൾഫിൽ ചെയ്യത്തില്ല, അത് നിവർത്തിക്കത്തില്ല എന്ന്, ഇല്ലേ? ദ സ്പിരിറ്റ് വാറത്ത് അഗെയിൻസ്റ്റ് ദ ഫ്ലഷ്, ഇല്ലേ? അതിന്റെ 17-ാമത്തെ വാക്യം, ഫോർ ദ ഫ്ലഷ് ലെസ്റ്റത്ത് അഗെയിൻസ്റ്റ് ദ സ്പിരിറ്റ് ആൻഡ് ദ സ്പിരിറ്റ് അഗെയിൻസ്റ്റ് ദ ഫ്ലഷ്, and these are contrary the one to another, so that you cannot do the things that ye would. പറയുകയാണ്, ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുവാണ്? ജഡവും ആത്മാവും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുവാ? വിരോധമാണ്. ഇതേ കാര്യമാണ് ഗലാത്യർക്കെഴുതിയ ലേഖനം 4:49 പറയുകയാണ്, ബട്ട് ആസ് then he that was born of the flesh persecuted him that was born of the spirit, even so it is now. നമുക്കൊന്ന് വായിക്കാം ഗലാത്യർ. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. എന്നിട്ട് മുൻപോട്ടുള്ള വാക്യങ്ങളിൽ പൗലോസ് ഹാഗാറിനെ ഉപമിക്കുന്നത് സീനായ് പർവ്വതമായിട്ടാണ്, അതായത് ന്യായപ്രമാണവുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അബ്രഹാമിനോട് പറഞ്ഞു, ആകയാൽ നീ ദാസിയെയും ദാസിയുടെ മകനെയും നീ പുറത്താക്കുക. മനസ്സിലാവുന്നുണ്ട്? ഇവർ രണ്ടും ഒരുമിച്ച് വാഗ്ദത്തത്തിന് അവകാശി ആകുകയില്ല. ആ കാര്യമാണ് ഗലാത്യർക്കെഴുതിയ ലേഖനം 5:16 തൊട്ട് 17-18 വരെയുള്ള വാക്യങ്ങൾക്ക് പറയുന്നത്, അല്ലേ? 18-ാമത്തെ വാക്യത്തിൽ പറയാം, ബട്ട് ഇഫ് യീ ബി ലെഡ് ഓഫ് ദ സ്പിരിറ്റ് യു ആർ നോട്ട് അണ്ടർ ദ ലോ. പൗലോസിന് ലഭിച്ച, ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച ആ കൃപയുടെ ശുശ്രൂഷയിൽ നാം നിലനിൽക്കുന്നു എങ്കിൽ നാം ന്യായപ്രമാണം, അതായത് ജഡത്തിൽ അല്ല. ഇനിയും ജഡത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 19 തൊട്ട് 21 വരെയുള്ള വാക്യം. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദൊന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്,
മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പോൾ ഈ വാക്യം ശ്രദ്ധിക്കണേ. മുമ്പേ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയായിരുന്നു, ആത്മാവിൽ നടക്കുന്നവർ, അവർക്ക് ക്രിസ്തുവിനെ കൊണ്ട് എന്തുണ്ട്? പ്രയോജനമുണ്ട്. എന്താണ് പ്രയോജനം? കൊലോസ്യർക്കെഴുതിയ ലേഖനം 2:13-14 വായിച്ചു. അവർക്കെതിരെ ഉള്ള ന്യായപ്രമാണത്തിന്റെ കയ്യെഴുത്തുകൾ, മനസ്സിലായോ? ഈ പ്രവൃത്തി 19-21 വരെയുള്ള വാക്യത്തിൽ വായിച്ച കാര്യങ്ങൾ, ഇതുപോലൊരു വലിയൊരു ലിസ്റ്റ് ഇല്ലേ? ദ ഫ്ലഷ്, ദ വർക്ക്സ് ഓഫ് ദ ഫ്ലഷ് ആർ മാനിഫെസ്റ്റ്. ജഡത്തിന്റെ പ്രവൃത്തികൾ വെളിവായിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് എന്തുവാണ്? കാരണം ജഡപ്രകാരം നീതീകരിക്കപ്പെടാൻ ശ്രമിക്കുന്നവരുടെ പാപങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? മായ്ക്കപ്പെട്ടിട്ടില്ല. അത് വെളിവായി കിടക്കുകയാണ്, അല്ലേ? കൃപായുഗത്തിൽ കൃപയുടെ രക്ഷാ പദ്ധതിയിൽ കൂടി മാത്രമാണ്, അങ്ങനെ ആത്മാവിൽ വിശ്വസിക്കുന്നവർക്കാണ് യേശുവിനെ കൊണ്ടുള്ള പ്രയോജനം, കർത്താവിൻ്റെ യാഗം കൊണ്ടുള്ള പ്രയോജനം. അവരുടെ പാപങ്ങളെല്ലാം യേശുവിൻ്റെ രക്തത്താൽ എന്ത് ചെയ്തിരിക്കുക? ന്യായപ്രമാണത്താൽ ഉള്ള നമുക്ക് വിപരീതമായ കയ്യെഴുത്തുകളെല്ലാം മായ്ച്ചു കളഞ്ഞു. അതേസമയം ജഡപ്രകാരം നീതീകരിക്കപ്പെടാൻ ശ്രമിക്കുന്നവരുടെ പ്രവൃത്തികൾ അതുപോലെ വെളിവായിരിക്കുകയാണ്. ഒരുപക്ഷെ അവർ പറയും, കർത്താവ്, ഞങ്ങൾ ആരും കൊലപാതകം ചെയ്തില്ല, ഞങ്ങൾ വ്യഭിചാരം ചെയ്തില്ല. ഉടനെ അങ്ങനെ കർത്താവിനോട് ചോദിച്ചവരോട് കർത്താവ് എന്തോ പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാൽ നിങ്ങൾ നരകാഗ്നിക്ക് യോഗ്യരത്രേ. നിങ്ങളൊരു സ്ത്രീയെ തെറ്റായ മോഹത്തോട് നോക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്തു? വ്യഭിചാരം ചെയ്തതുപോലെയാണ്, ഇല്ലേ? ഐഡോലേറ്ററി, ദ്രവ്യാഗ്രഹവും ഐഡോലേറ്ററിയുമായിട്ട് ബന്ധമുണ്ട്. അത്യാഗ്രഹം വിച്ച് ക്രാഫ്റ്റ് പോലാണ്. ഇതെല്ലാം വെളിവായി നിൽക്കുകയാണ് ജഡപ്രകാരം നീതീകരിക്കാൻ ശ്രമിക്കുന്നവരുടെ വിഷയത്തിൽ. അതേസമയം ഇന്ന് കൃപയാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ നമുക്ക് വിരോധമായിരുന്നത് എല്ലാം യേശുവിൻ്റെ രക്തത്താൽ മറയ്ക്കപ്പെട്ടു, അത് നീക്കപ്പെട്ടിരിക്കുകയാണ്. അത് തന്നെയല്ല, നമ്മുടെ വിരോധിയായ സാത്താനെ ക്രിസ്തു എന്ത് ചെയ്തിരിക്കുക? സൈലന്റ് ആക്കി കളഞ്ഞു. കൊലോസ്യർ 2:15 വാക്യം വായിക്കാം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, സാത്താനെ, അത് ലൂസിഫറിനെ ദ അക്യൂസർ ഓഫ് ദ ബ്രദറൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ അക്യൂസ് ചെയ്യുന്ന സാത്താൻ? ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വെളിച്ചദൂതൻ എന്ന് പറയുന്ന കാര്യം, അവന്റെ പരിപാടിയാണ് മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പുരോഹിതന്റെ വസ്ത്രത്തിൽ ചെളി, കറ ഒന്നും പെരളാൻ പാടില്ല. സാത്താൻ ഉടനെ യോശുവ പുരോഹിതനോട് എന്ത് ചെയ്യുക? കുറ്റപ്പെടുത്തുകയാണ്. ദാണ്ട് അവന്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു, ദൈവസന്നിധിയിൽ ചെന്ന് പറയുക. മനസ്സിലാവുന്നുണ്ടോ? ന്യായപ്രമാണത്തിന്റെ നമുക്കെതിരെ ഇരുന്ന പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തിനെ എല്ലാത്തിനെയും മായ്ച്ചിട്ട് ഇപ്പോൾ സാത്താൻ നമ്മുടെ മേൽ കുറ്റം ചുമത്തുവാൻ എന്തില്ല? ആയുധങ്ങളില്ല. അവന്റെ ആയുധങ്ങൾ എന്തുവാ? റോമർക്കെഴുതിയ ലേഖനം പറയുന്നത് എന്തുവാ? പാപത്തിന്റെ ബലം എന്തുവാണ്? ന്യായപ്രമാണം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ എതിരെ പ്രതികൂലമായതൊന്നുമില്ലാത്തപ്പോൾ, പ്രതികൂലമായിരുന്നതെല്ലാം കർത്താവ് മായ്ച്ചപ്പോൾ ശേഷിക്കുന്ന കാര്യം എന്തുവാ? നമ്മളിൽ ഇച്ഛിപ്പാനും പ്രവർത്തിക്കുവാനും ക്രിയ ചെയ്യുന്ന ദൈവമത്രേ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നപ്പോൾ എന്താണ്? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ശേഷം ശേഷിക്കുന്നത്. 22-26 വരെയുള്ള വാക്യം, ഗലാത്യർ 5. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക.
നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികൾ ആകരുത്. നമ്മൾ ഈ വാക്യത്തിൽ വായിച്ചു, ജഡാഭിലാഷം, ജഡത്തിനൊരു എന്തുണ്ട്, മോഹങ്ങളുണ്ട്, ഇല്ലേ? ഒരു അട്രാക്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കിയാൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്തിലാകുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുക, രണ്ട് തിമോത്തിയോസിന് എഴുതും ലേഖനത്തിൽ പറയുക, ആസയിലുള്ളവരെല്ലാവരും എന്നിൽ നിന്ന് എന്നെ വിട്ടുപോയി എന്ന്. അതിനർത്ഥം ഫിസിക്കലി പൗലോസിൽ നിന്ന് അകന്നുപോയി എന്നല്ല, മറിച്ച് പൗലോസിൽ കൂടി കർത്താവായ യേശുക്രിസ്തു ആരംഭിച്ച ശുശ്രൂഷയിൽ നിന്ന്, ആ വിശ്വാസത്തിൽ നിന്ന്, ആ കൃപയാൽ, വിശ്വാസത്താൽ ക്രിസ്തു മുഖാന്തരം എന്നുള്ള ആ ഒരു പദ്ധതിയിൽ നിന്ന് അവരെല്ലാവരും യെരുശലേമിൽ നിന്ന് വന്ന ആ കള്ള സഹോദരന്മാർ പ്രചരിപ്പിച്ച ആ തെറ്റായ ഉപദേശത്തിലേക്ക്, ആ ജഡത്തിന്റെ പ്രവൃത്തി, ജഡത്തിന്റെ ശുശ്രൂഷയിലേക്ക് അവർ പോയി എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇന്ന് നമ്മളൊന്ന് നോക്കിയേ, ക്രിസ്ത്യാനിറ്റിയിൽ എത്ര പേരാണ് റൈറ്റ് ഡിവിഷൻ ആൻഡ് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസിൽ നിൽക്കുന്നത്? കണ്ടോ? അപ്പോൾ നോക്കണം, 25ഉം 26ഉം വാക്യം, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിൽ അർപ്പിച്ച, അത് നമ്മുടെ ഈ ശരീരത്തെ കുറിച്ചാണോ പറയുന്നത്? അല്ല. ജഡത്തിന്റെ പദ്ധതി, ആ കിങ്ഡം പ്രോഗ്രാം. ഇന്ന് മിസ്റ്ററി പ്രോഗ്രാമും ബോഡി ഓഫ് ക്രൈസ്റ്റിലായിരിക്കുന്നവർ, അവർ കിങ്ഡം പ്രോഗ്രാമിന്റെ പുറകെ പോവുകയില്ല. അതിന്റെ അട്രാക്ഷനെ അവർ ക്രൂശിച്ചു. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുൻപോട്ട് പോകാം. ഈ വെളിച്ചത്തിൽ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 9 തൊട്ട് 14 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. പ്രൈസ് ദി ലോർഡ്. ഇത് പൗലോസ് അപ്പോസ്തലൻ ബോഡി ഓഫ് ക്രൈസ്റ്റ് മെമ്പേഴ്സിനോട് പറയുക, വളരെ ക്ലിയർ ആയിട്ട് പറയുക, യു ആർ നോട്ട് ഇൻ ദ ഫ്ലഷ് ബട്ട് ഇൻ ദ സ്പിരിറ്റ്. ജഡശരീരത്തിൽ ജീവനോടിരിക്കുന്നവരോടാണ് ഇത് എഴുതി പറയുന്നത്, നിങ്ങൾ ജഡത്തിലല്ല. അപ്പോൾ ജഡത്തിന്റെ അർത്ഥം എന്താണ്? പദ്ധതിയെക്കുറിച്ചാണ്, അല്ലേ? ഈ ശരീരത്തെക്കുറിച്ചല്ല, അല്ലേ? നമുക്ക് മുൻപോട്ട് വായിക്കാം. അത് തന്നെ റോമർക്കെഴുതിയ ലേഖനം 8-ന്റെ 9 തൊട്ടൊന്ന് വീണ്ടും വായിക്കാം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാക്യമാണ് 12 തൊട്ട് 14 വരെയുള്ള വാക്യം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, therefore, അതുകൊണ്ട്, എന്തുകൊണ്ടാ? മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ജഡത്തിന് കടക്കാരല്ല. അതായത് കിങ്ഡം പ്രോഗ്രാം, ന്യായപ്രമാണം, കർമ്മമാർഗം, ജ്ഞാനമാർഗം, ത്യാഗമാർഗം, ഇതിനൊന്നിനും നമ്മൾ കടക്കാരല്ല എന്ന് പറയുകയാണ്, അല്ലേ? ഈ കൃപായുഗത്തിൽ നമ്മൾ ജഡപ്രകാരം നീതീകരിക്കപ്പെടുവാൻ ശ്രമിച്ചാൽ നമ്മൾ മരിക്കും നിശ്ചയം. അതായത് രക്ഷ ലഭിക്കുകയില്ല, നിത്യജീവൻ ലഭിക്കുകയില്ല എന്നാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതേ കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ, ഞങ്ങളുടെ സുവിശേഷം ആർക്കെങ്കിലും മറഞ്ഞിരിക്കുന്നു എങ്കിൽ അവർ നശിക്കാനുള്ളവരത്രേ. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് കണ്ടോ പ്രിയമുള്ളവരെ, ഇല്ലേ? 13-ാമത്തെ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം.
ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. കണ്ടോ? ആത്മാവിനാൽ എപ്പോഴാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ മരിക്കുന്നത്? ഇന്ന് നമ്മൾ പൗലോസ് അപ്പോസ്തലനിൽ കൂടി കർത്താവ് വെളിപ്പെടുത്തി തന്ന ആ പദ്ധതിയിൽ നമ്മൾ വരുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികൾ, ന്യായപ്രമാണത്തിന്റെ രാഗം, മോഹങ്ങൾ, അതെല്ലാം എന്താകും? അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. ഇല്ലേ? ഒരു വലിയ അട്രാക്ഷനാണ് ഈ പ്രവൃത്തിയിലേക്ക് പോകുവാൻ വേണ്ടി. വിശ്വാസത്തിൽ നിന്ന്, വിശ്വാസത്താൽ മാത്രം, കൃപയാൽ മാത്രം, ക്രിസ്തു മുഖാന്തരം എന്നുള്ള ആ പദ്ധതിയിൽ നിന്ന് സ്വയ പ്രവൃത്തിയിലേക്ക് പോകുവാൻ വലിയൊരു ടെംപ്റ്റേഷൻ ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. അതാണ് ഈ വാക്യം പറയുന്നത്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യും? നിത്യജീവൻ ലഭിക്കും. അതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. ആത്മാവിനാൽ നടക്കപ്പെടുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ചിൽഡ്രൻ ഓഫ് ഗോഡ്. ആ കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുമ്പോട്ട് പോകാം. ആകയാൽ നാം എന്ത് ചെയ്യണം? വാട്ട് ഷാൽ വി ഡു? 2 കൊരിന്ത്യർ 3-ാം അധ്യായം 12 തൊട്ട് 18 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടുപോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, മോശ ആ മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ മോശ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. തൻ്റെ മുഖത്തിലെ ആ തേജസ് മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മങ്ങുന്നതാണെന്ന് ജനം അറിയാതിരിക്കേണ്ടതിന് വേണ്ടി മോശ എന്ത് ചെയ്തു? മുഖമങ്ങ് മറച്ചു. മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് പൗലോസ് അപ്പോസ്തലൻ പറയുക, അതുപോലല്ല. ഇന്നും മോശയുടെ ലേഖനങ്ങൾ വായിക്കുന്നവരുടെ, പുസ്തകങ്ങൾ വായിക്കുന്നവർക്ക് അവരുടെ മുഖത്ത് ഇന്നും ആ മൂടുപടം എന്തിരിക്കുക? കിടക്കുകയാണ്. ആ മൂടുപടം എപ്പോഴാണ് നീങ്ങുന്നത്? അവർ കർത്താവ് ആരംഭിച്ച ആത്മാവിൻ്റെ ശുശ്രൂഷ പൗലോസ് അപ്പോസ്തലനിൽ കൂടി ആരംഭിച്ച് മറ്റ് അപ്പോസ്തലന്മാർക്ക് പകർന്നു കൊടുത്ത, അതായത് ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ അപ്പോസ്തലന്മാർ ഇല്ലേ? തിമോത്തിയോസ്, തീത്തോസ്, സിൽവേനസ്, ബർന്നബാസ്, ഇവർക്കൊക്കെ പകർന്നു കൊടുത്ത, ഇന്ന് അവരിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സത്യവചനത്തിൽ നിൽക്കുമ്പോഴാണ് ആ മൂടുപടം നീങ്ങിപ്പോകുന്നത്. മോശയും ന്യായപ്രമാണം വായിക്കുന്നിടത്തോളം ഇന്നും, അതായത് നമ്മുടെ രക്ഷയുടെ തെളിവ് നമ്മൾ ജഡത്തിൽ അന്വേഷിക്കുകയാണെങ്കിൽ അവരുടെ മുഖത്തിൽ നിന്ന് ആ മൂടുപടം നീങ്ങിയിട്ടില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അത് അന്വേഷിക്കാൻ വേണ്ടി ശിഷ്യന്മാർ ഓടി വന്ന് കല്ലറയിൽ ചെന്നപ്പോൾ ദൂതന്മാർ പറഞ്ഞത് എന്തുവാ? നിങ്ങൾ ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിലാണോ അന്വേഷിക്കുന്നത്? പ്രിയമുള്ളവരെ, പ്രത്യാശയുടെ മഹത്വമായ ക്രിസ്തുയേശു നമ്മളിൽ ജീവിക്കുന്നു. അതിൻ്റെ തെളിവ് നമ്മുടെ ഈ ജഡശരീരത്തിലാണോ നമ്മൾ അന്വേഷിക്കുന്നത്? മറിച്ച് എവിടെ അന്വേഷിക്കണം? പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനത്തിൽ അനേക ഇടങ്ങളിൽ പറയുന്നുണ്ട്, ആകയാൽ ദൈവവചനം എന്ത് പറയുന്നു? രക്ഷയുടെ അടയാളം വേണോ? റോമർക്കെഴുതിയ ലേഖനം മുതൽ ഫിലേമോൻ വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കൂ. അവിടാണ് ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ രക്ഷാ ഭദ്രതയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. ഇല്ലേ? നമുക്ക് വീണ്ടും ഈ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ച്
നമുക്ക് അവസാനിപ്പിക്കാം. അതിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ആ രൂപാന്തരം എപ്പോഴാണ്? റാപ്ചറിൽ, അല്ലേ? കർത്താവായ യേശു ക്രിസ്തു മേഘങ്ങൾ പ്രത്യക്ഷമാകുമ്പോൾ, ഇല്ലേ, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ത് ചെയ്യും? നമ്മളെല്ലാവരും രൂപാന്തരം പ്രാപിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ശേഷം ജീവനോടിരിക്കുന്ന നാം, ക്രിസ്തുവിൽ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് ഇങ്ങനെ കർത്താവിനെ എതിരേൽക്കാൻ നാം മേഘങ്ങൾ എടുക്കപ്പെടും. അങ്ങനെ നാം എന്നേക്കും കർത്താവിനോട് കൂടെ ആയിരിക്കും. കൃപ എന്ന് പറഞ്ഞാൽ അർഹിക്കാത്ത നന്മ നമുക്ക് ലഭിക്കുന്നതാണ്, അല്ലേ? മുമ്പത്തെ അവസ്ഥ നമ്മുടെ എന്തോ ആയിരുന്നു? ഇസ്രായേൽ പൗരതയോട് ഒരു സംബന്ധവുമില്ലാത്തവർ, അന്യരും പരദേശികളും, ഈ ഭൂമിയിൽ ക്രിസ്തുവില്ലാതെ, പ്രത്യാശയില്ലാതെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മെ ഈ മഹത്തായ പ്രതിഫലം, ഈ വാഗ്ദത്തം നമുക്ക് നൽകി ദൈവമക്കളാകുവാൻ വേണ്ടിയുള്ള വഴി നമുക്ക് വേണ്ടി ദൈവം തുറന്നു തന്നപ്പോൾ, അതാണ് കൃപ. കൃപ ഒരു നാളും പാപം ചെയ്യുന്ന ഒരു ലൈസൻസ് അല്ല. കൃപയെന്ന് വെച്ചാൽ എങ്ങനെയും ജീവിക്കാം എന്ന് പലരും ചിന്തിക്കുന്ന അത് അങ്ങനല്ല. ആർക്കും എങ്ങനെയും ഒരു കാലത്തും ജീവിക്കാൻ പറ്റില്ലായിരുന്നു. കൃപയെന്ന് വെച്ചാൽ ക്രിസ്തുവിൽ നമുക്കൊരു സ്വാതന്ത്ര്യം. ഏതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം? ജഡത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഉള്ള സ്വാതന്ത്ര്യം, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് ഉള്ളൊരു സ്വാതന്ത്ര്യം. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ആത്മാവനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസിൽ, ഈ കൃപായുഗത്തിൽ പൗലോസ് അപ്പോസ്തലന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത ആ മർമ്മത്തിൻ്റെയും ക്രൂശിൻ്റെ മഹത്വത്തിലും അതിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നതാണ് ആത്മാവിൽ നടക്കുന്നത്. ജഡപ്രകാരം നടക്കുക എന്ന് പറഞ്ഞാൽ ഈ കൃപായുഗത്തിൽ ന്യായപ്രമാണമോ കിങ്ഡം പ്രോഗ്രാമോ, വിശ്വാസവും ന്യായപ്രമാണവും കൂട്ടിച്ചേർത്ത കിങ്ഡം പദ്ധതി, അത് പ്രകാരം നടക്കുന്നതാണ് ജഡപ്രകാരം നടക്കുന്നത്. അത് പ്രകാരം നടക്കുന്നവർ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ്, മരിക്കും നിശ്ചയം. നമുക്ക് സുബോധത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. നമുക്ക് സകല സത്യത്തിലും നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.